how to create ledger in Tally or how to enter opening balance in a new company. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഷിയാബ്സ് അക്കാഡമി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ടാലി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഫയൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞേക്കുന്നത് എല്ലാം അറിയാം. ജേണൽ എൻട്രി പഠിച്ചു, ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, ലെഡ്ജർ ക്രിയേഷൻ പഠിച്ചു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന കാണിച്ചു തന്നു. അതേപോലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചു, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പഠിച്ചു. ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ എല്ലാ ഫേമിലുള്ള ആളുകളും അല്ലെങ്കിൽ പുതുതായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ടാലി സോഫ്റ്റ്വെയറിൽ അക്കൗണ്ട് ചെയ്യുന്നവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ ഞങ്ങൾ അക്കൗണ്ട് ചെയ്ത് തുടങ്ങും? കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ ഫിനാൻഷ്യൽ ഇയറിൽ മാനുവലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ഫിനാൻഷ്യൽ ഇയറിലെ കാര്യങ്ങളും മാനുവലായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ മാനുവലി ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലേക്ക് മാറ്റുവാണ്. അങ്ങനെയാവുമ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഹൗ ടു എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ഇൻ എ ന്യൂ കമ്പനി. അപ്പോൾ പുതുതായിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം, അതിലേക്ക് ഈ ബാലൻസുകളെല്ലാം ഇൻപുട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹൗ ടു ക്രിയേറ്റ് എ ലെഡ്ജർ, ലെഡ്ജറായിട്ട് നമ്മൾ ചെയ്യണം. ഓരോന്നും ഓരോ അക്കൗണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പോൾ ഹൗ ടു ക്രിയേറ്റ് ലെഡ്ജർ ഇൻ ടാലി എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ട്രയൽ ബാലൻസ് ഉണ്ട്. ട്രയൽ ബാലൻസ് ഓഫ് മെസ്സേഴ്സ് പെർഫെക്റ്റ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ട്രയൽ ബാലൻസ് ആണ്. ആ ട്രയൽ ബാലൻസിനകത്ത് ഓരോ ലെഡ്ജറുണ്ട്, അതിൻ്റെ ബാലൻസ് ഉണ്ട്, ഡെബിറ്റിലും ക്രെഡിറ്റിലുമാണ് എഴുതിയിരിക്കുന്നത്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, അരിത്തമാറ്റിക് ആക്യുറസി ഓഫ് എ ഫേം എന്നുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡെബിറ്റിലുള്ളതെല്ലാം എന്താണ്? എക്സ്പെൻസും അസറ്റുമാണ്. ക്രെഡിറ്റിലുള്ളതെല്ലാം ലയബിലിറ്റിയും ഇൻകവുമാണ്. അപ്പം നമ്മളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ ട്രയൽ ബാലൻസ് ഒന്ന് എഴുതിയെടുക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് ₹21,000 വരെയുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതിയെടുക്കണം. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് എഴുതിയെടുത്താൽ മതി. എഴുതിയെടുത്തിട്ട് ഇതാണ് നമ്മളിപ്പം വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാലിയിലേക്ക് ഈ ഒരു ട്രയൽ ബാലൻസ് ഇൻപുട്ട് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ആദ്യമേ ഈ ട്രയൽ ബാലൻസ് എഴുതിയെടുക്കുക. ദെൻ ടാലി ഓപ്പൺ ചെയ്യുക. ടാലി ഓപ്പൺ ചെയ്യുമ്പം ചില സമയത്ത് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, പുതുതായിട്ട് നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ചെറിയ ഷോർട്ട് കട്ട് കീസ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. നമ്മൾക്ക് ഒരു കമ്പനി ലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ പറയുന്ന പേരാണ് ഗേറ്റ് വേ ഓഫ് ടാലി. ടാലിയിലെ മെയിൻ മെനു ആണ് ഇല്ലേ? ആക്റ്റീവായി നിൽക്കുന്ന കമ്പനി ഓട്ടോമാജിക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഫോർ എക്സാമ്പിൾ, ഈ കമ്പനിയെ നമുക്കൊന്ന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാൻ എന്താണ്? റൈറ്റ് സൈഡിലുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് എന്താണ്? F1, ഓൾട്ട് F1 ആണ്. F1 താഴെ ഒരു ലൈൻ ഉണ്ട് എങ്കിൽ അതിന് കീ ഓൾട്ട് F1 ആണ്. ഷട്ട് കമ്പനി. ഓൾട്ട് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി ഓഫായി. ദെൻ നമുക്ക് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. ഹൈലൈറ്റ് ചെയ്തേക്കുന്നുള്ള കീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അതിൽ നമ്മൾ ക്രിയേറ്റ് കമ്പനി C എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വന്നു? കമ്പനി ക്രിയേഷൻ ഫോം വന്നു. കമ്പനി ക്രിയേഷൻ ഫോമിൽ പെർഫെക്റ്റ് ആൻഡ് കമ്പനി എന്നുള്ള കമ്പനി നെയിം ഞാൻ കൊടുത്തു. മെയിലിംഗ് നെയിമും അത് തന്നെ വരും. അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് ഫുള്ളായിട്ട് അവിടെ കൊടുക്കണം. കൺട്രി ഇന്ത്യ, സ്റ്റേറ്റ് നമ്മളിപ്പം കേരള ആയതുകൊണ്ട് കേരള സെലക്ട് ചെയ്യുന്നു. ദെൻ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഫാക്സ് നമ്പർ എല്ലാം കൊടുക്കുക. ഫിനാൻഷ്യൽ ഇയർ 1 April 2020. നമ്മൾ ഈ 2020 നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഫിനാൻഷ്യൽ ഇയർ 1 April 2020. ബുക്സ് ബിഗിനിങ്ങും സെയിം ഡേറ്റ് തന്നെ കൊടുക്കുന്നു. ബേസ് കറൻസി ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കമ്പനി ക്രിയേറ്റ് ആയി. അപ്പോൾ ഇവിടെ നോക്കുക, 1 April 2022, 31 March 2021. ക്ലിയർ? കമ്പനി ക്രിയേറ്റായി. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിങ്ങൾക്ക് കാണാം, മെയിൻ മെനു ആണ് ഗേറ്റ് വേ ഓഫ് ടാലി. അക്കൗണ്ട്സ് ഇൻഫോ, ഇൻവെൻട്രി ഇൻഫോ, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെനൂസ് എല്ലാം ഇവിടെ കാണാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇവിടെ നമുക്ക് F11 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്. F11 ഫീച്ചേഴ്സ്. F11 ഫീച്ചേഴ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലേക്ക് വരും. നമുക്ക് ആദ്യം പോകേണ്ടത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സാണ്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എടുത്തു കഴിയുക. നമ്മൾക്ക് ആദ്യത്തെ ഭാഗം മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി കണ്ടോ? നമ്മൾ എന്താണ് ആദ്യം പഠിക്കാൻ പോകുന്നത്? അക്കൗണ്ട്സ് ഉള്ളിയാണ്. അപ്പം മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി ഇവിടെ നോ ആയിരിക്കും. അതെന്ത് ചെയ്യുക? ഏസ് ആക്കുക.
അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെവിടെ വന്നു? എഫിലോൺ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ വന്നു. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ നിന്ന് നമ്മൾ ഏത് ആക്റ്റീവ് ആക്കുന്നു? മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഒള്ളി ആക്റ്റീവ് ആക്കുന്നു. വൈ കൊടുത്തു, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? എസ് ആയി. ഇനി ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ആക്റ്റീവ് ആക്കണ്ട. നോ കൊടുത്ത് ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും, ഏസ് കിടക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നോ ആക്കുക. നോ ആക്കിയതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്യുക. അക്സെപ്റ്റ് എന്നുള്ള മെസ്സേജ് വരും. അക്സെപ്റ്റ് എന്നുള്ള മെസ്സേജ് കമ്പനി ഫീച്ചേഴ്സിൽ എത്തും അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ നമ്മൾ എന്തെടുത്തു? അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഒള്ളി ഏസ് ആക്കി. വേറെ എല്ലാ ഓപ്ഷൻസും നോ ചെയ്തു, സേവ് ചെയ്തു. ദെൻ എസ്കേപ്പ് ചെയ്ത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. എസ്കേപ്പ് കീ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? നമ്മളുടെ അക്കൗണ്ട്സ് നമ്മുടെ ടാലിയിൽ ഓരോ മെനുവിൽ നിന്നും എക്സിറ്റ് ആകാൻ വേണ്ടിയാണ്, നമ്മൾ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എസ്കേപ്പ് കീ യൂസ് ചെയ്യുന്നത്. നോക്കിയേ, അക്കൗണ്ട്സ് ഇൻഫോ, അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഇല്ലേ? നേരത്തെ ഇൻവെൻട്രി ഇൻഫോ ഉണ്ടായിരുന്നു, ഇതെല്ലാം നോ ആയി. എങ്ങനെ നോ ആയി? നമ്മൾ F11 ഫീച്ചേഴ്സിൽ, ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, F11 ഫീച്ചേഴ്സിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഒള്ളി ഏസ് ആക്കി. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നോ ചെയ്തു, സേവ് ചെയ്തു. ദെൻ എസ്കേപ്പ് ചെയ്തു, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസ് നമ്മൾ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. നോക്കാം, അക്കൗണ്ട്സ് ഇൻഫോ ഗ്രൂപ്പിൽ നമ്മൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പിൻ്റെ ഡിസ്പ്ലേയിൽ പോയിട്ടാണ് കണ്ടത്. ഓൾ ഐറ്റംസ് 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട് ഓൾറെഡി. ഇതിനകത്ത് 15 പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് 13 സബ് ഗ്രൂപ്പ്, അങ്ങനെ ടോട്ടൽ 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ അത് കൂടാതെ 2 ലെഡ്ജർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ലെഡ്ജർ ഡിസ്പ്ലേയിൽ നോക്കാം, ക്യാഷ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ 15 നമ്പർ പ്രൈമറി ഗ്രൂപ്പ്, 13 നമ്പർ സബ് ഗ്രൂപ്പ്, കൂടാതെ 2 ലെഡ്ജർ ഉണ്ടാവും, ക്യാഷ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അക്കൗണ്ട്സ് ഇൻഫോ ലെഡ്ജർ ക്രിയേറ്റ്, ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് എ ആണ്, എൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് എൽ ആണ് ലെഡ്ജറിലേക്ക് വരാൻ. സിംഗിൾ ലെഡ്ജർ സി ക്രിയേറ്റ്. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. സിംഗിൾ ലെഡ്ജർ ക്രിയേഷനും ഉണ്ട്, മൾട്ടിപ്പിൾ ലെഡ്ജർ ക്രിയേഷനും ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യം സിംഗിൾ ലെഡ്ജർ ക്രിയേഷനിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് പോകുന്ന മെത്തേഡാണ് ലെഡ്ജർ ക്രിയേഷൻ സിംഗിൾ. മൾട്ടിപ്പിൾ ലെഡ്ജർ ക്രിയേഷൻ എത്ര എണ്ണം ഉണ്ടോ അത്രയും നമുക്ക് ചെയ്തതിന് ശേഷം ഒരുമിച്ച് മാത്രമേ അത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. പ്രസ് F11 അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ള ഏസ് ആക്കി, സേവ് ചെയ്തു. ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും എനേബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നോ ചെയ്തു, സേവ് ചെയ്തു. നേരെ എവിടെ വന്നു? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. ദെൻ അക്കൗണ്ട്സ് ഇൻഫോ ALC, അക്കൗണ്ട്സ് ഇൻഫോ ലെഡ്ജർ ക്രിയേറ്റ്, അതാണ് ALC. ഫസ്റ്റ് നമുക്കുണ്ടായിരുന്നത് ഏതാണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ് ഇല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഓപ്പണിംഗ് സ്റ്റോക്കിനെ സ്റ്റോക്ക് എന്ന് മാത്രം കൊടുക്കാം. കാരണം ഇതൊരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ സ്പെഷ്യലാണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൊടുക്കാം. സ്റ്റോക്ക് അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ്. ഞാൻ ST എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്തപ്പോൾ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പിൽ നിന്ന് എന്ത് ആക്റ്റീവായി? സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആക്റ്റീവായി വന്നിട്ടുണ്ട്, കണ്ടോ? ദെൻ സെലക്ട് ചെയ്യുന്നു, നേരെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അവിടെ വരുന്നു. 15,000 എൻ്റർ, ഡെബിറ്റ്. നമ്മുടെ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിലാണ്. ദെൻ അക്സെപ്റ്റ്. ഒരു ലെഡ്ജർ ക്രിയേറ്റ് ആയി. മേളിൽ നോക്കുക, ഓപ്പണിംഗ് ബാലൻസിൻ്റെ അവിടെ 15,000 നിങ്ങൾക്ക് കാണാം. ദെൻ അടുത്തത് ബാങ്ക് ആണ്. നമ്മുടെ ബാങ്കിൻ്റെ പേര് ഫെഡറൽ ബാങ്ക്. എൻ്റർ ചെയ്യുന്നു, അണ്ടർ എന്നുള്ള ഫീൽഡിൽ വന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ ഏത് ഗ്രൂപ്പിലാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഫെഡറൽ ബാങ്ക് ഏത് ഗ്രൂപ്പിലാണ് എന്നുള്ളത് നോക്കിയാൽ ഇവിടെ തന്നെ കാണാം. B പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ Bയിൽ തുടങ്ങുന്ന ഐറ്റംസ് വന്നു. അതിലേതാണ്? ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു.
ഇവിടെ നമുക്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, IFSC നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം, ബ്രാഞ്ച്, ബാങ്ക് നെയിം, ഇതെല്ലാം നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ചെക്ക് ബുക്ക് കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലുള്ള ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫെഡറൽ ബാങ്ക് മാത്രം കൊടുക്കുന്നു. ദെൻ അണ്ടർ ബാങ്ക് അക്കൗണ്ട് നേരെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ അവിടെ വന്നു. അവിടെ നമ്മുടെ എമൗണ്ട് എത്രയാണ്? ബാങ്ക് ബാലൻസ് 4000. അപ്പം 1 ഏപ്രിൽ 2020 ബാലൻസ് ആണ്, ഓപ്പണിംഗ് ബാലൻസുകളാണ് നമ്മളിവിടെ എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ അണ്ടർ സി നോക്കൂ, ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയുണ്ട്, കണ്ടോ? ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തു. എമൗണ്ട് 40500 ക്രെഡിറ്റ് ആണ്, അതും വന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാരേജ് ഓൺ പർച്ചേസസ്. ക്യാരേജ് ഇൻവേഡിൻ്റെ വേറൊരു പേരാണ് ക്യാരേജ് ഓൺ പർച്ചേസസ്. അണ്ടർ ഡി ഡയറക്റ്റ് എക്സ്പെൻസസ്. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ് പറയാൻ കാരണം? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ് ക്യാരേജ് ഇൻവേഡ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് റിട്ടേൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സ്പെൻസസിനെ എല്ലാം വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ആ ഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുത്തു. ഇവിടെ ടൈപ്പ് ഓഫ് ലെഡ്ജർ ചോദിച്ചു, നോട്ട് ആപ്ലിക്കബിൾ. ദെൻ എമൗണ്ട് 500 ഡെബിറ്റ്, accept. Next, commission received. Under indirect income ആണ്. P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസിനെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം. എമൗണ്ട് 700 ക്രെഡിറ്റ്, സേവ്. അടുത്തത് ഡിസ്കൗണ്ട് റിസീവ്ഡ്. അത് എന്ത് തന്നെയാണ്? ഇൻഡയറക്റ്റ് ഇൻകം തന്നെയാണ്. നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അണ്ടർ സെയിം എൻറ്റർ ചെയ്യുന്നു. നേരെ ഓപ്പണിംഗ് ബാലൻസിൽ വരുന്നു. അവിടെ എമൗണ്ട് 300 ക്രെഡിറ്റ്, സേവ് ചെയ്യുന്നു. അടുത്തത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് കണ്ടിട്ട്, ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ക്യാപിറ്റൽ, ആഡ് നെറ്റ് പ്രോഫിറ്റ്, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുകൂടാതെ ലെസ് ഡ്രോയിങ്സ്. അപ്പം ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അണ്ടർ ക്യാപിറ്റൽ. അപ്പം ഡ്രോയിങ്സ് ട്രീറ്റ് ചെയ്യുന്ന ഓർത്തോണം, ഡ്രോയിങ്സ് അണ്ടർ ക്യാപിറ്റൽ. ഇനി എമൗണ്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നോക്കുക, 2000. ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റിലല്ലേ വരുന്നത്? ക്യാപിറ്റലിൽ നിന്ന് കുറയേണ്ടതാണ് ഏത്? ഡ്രോയിങ്സ്. സോ ഇവിടെ ക്രെഡിറ്റ് നമ്മൾ എന്താക്കി കൊടുക്കണം? ഡെബിറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടെ പ്രത്യേകം നോട്ട് ചെയ്യുക, ഡെബിറ്റ് എന്ന് പറയുന്ന, ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ഡെബിറ്റാണ്, ക്യാപിറ്റലാണ് ക്രെഡിറ്റ്. സോ ഡ്രോയിങ്സ് അണ്ടർ ക്യാപിറ്റൽ, എമൗണ്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്രെഡിറ്റ് ആണ് വരുന്നത്. അത് നമ്മൾ എന്താക്കണം? ഡെബിറ്റ് ആക്കണം. അക്സെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫർണിച്ചർ. ഫർണിച്ചർ അണ്ടർ എഫ് ആണ്, ഫിക്സഡ് അസറ്റ്. നോക്കിയേ, കണ്ടോ? ഫിക്സഡ് അസറ്റ്. നമ്മൾ 2 ടൈപ്പ് അസറ്റ്സ് പറഞ്ഞായിരുന്നു, കറണ്ട് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് 10,000 ഡെബിറ്റ്, അക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതും ഫിക്സഡ് അസറ്റ് തന്നെ, എമൗണ്ട് 30,000 ഡെബിറ്റ്. ദെൻ മെഷീനറി, സെയിം ഫിക്സഡ് അസറ്റ് തന്നെ, എമൗണ്ട് 3,000. പർച്ചേസസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് തന്നെ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ പർച്ചേസസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്, എമൗണ്ട് 40,500
ഡെബിറ്റ്, സേവ് ചെയ്തു. നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ അണ്ടർ പർച്ചേസ് അക്കൗണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റലും ഡ്രോയിങ്സും ഒക്കെ ചെയ്ത പോലെ തന്നെയാണ്. ഡ്രോയിങ്സ് ചെയ്തപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്? അണ്ടർ ക്യാപിറ്റൽ ചെയ്ത പോലെ തന്നെ പർച്ചേസ് റിട്ടേൺ പർച്ചേസിൽ നിന്ന് കുറയണം. അപ്പം പർച്ചേസ് റിട്ടേൺ പർച്ചേസ് അക്കൗണ്ടിൽ തന്നെയാണ്. എമൗണ്ട് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ എമൗണ്ട് 3000 എൻറ്റർ ചെയ്യുമ്പം ഡെബിറ്റ് ആയിരിക്കും വരുന്നത് ഇവിടെ. അപ്പം ഡെബിറ്റ് വരുന്നത് നമ്മൾ എന്താക്കണം? ക്രെഡിറ്റ് ആക്കണം. സി എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്താൽ മതി, അത് ക്രെഡിറ്റ് ആയിക്കോളും. സേവ്. നെക്സ്റ്റ് റെൻറ്റ്. റെൻറ്റ് എവിടെ വരുന്നതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ്. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എമൗണ്ട് 1250 ഡെബിറ്റ്, സേവ് ചെയ്തു. ദെൻ സാലറീസ്. അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ. എമൗണ്ട് 3050 ഡെബിറ്റ്, സേവ് ചെയ്തു. ദെൻ സെയിൽസ്. അണ്ടർ സെയിൽസ് അക്കൗണ്ട് തന്നെയാണ്. സെയിൽസ് അക്കൗണ്ട് പർച്ചേസിന് വന്ന പോലെ തന്നെ സെയിൽസിന് സെയിൽസ് അക്കൗണ്ട് തന്നെ. പർച്ചേസിന് പർച്ചേസ് അക്കൗണ്ട് പറഞ്ഞ പോലെ തന്നെ സെയിൽസിന് സെയിൽസ് അക്കൗണ്ട് 74,000 ക്രെഡിറ്റ്, സേവ് ചെയ്യുന്നു. ദെൻ സെയിൽസ് റിട്ടേൺ. സെയിൽസ് അക്കൗണ്ടിൽ തന്നെയാണ്. എമൗണ്ട് 2000 എൻ്റർ ചെയ്യുമ്പം ക്രെഡിറ്റ് ആയിരിക്കും. നമ്മളത് എന്താക്കണം? ഡെബിറ്റ് ആക്കണം. ഡി പ്രസ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ സൺട്രി ക്രെഡിറ്റർ. സൺട്രി ക്രെഡിറ്റേഴ്സ്. നമ്മുടെ ഫേമിന് അല്ലെങ്കിൽ നമ്മുടെ ഫേം ആർക്കൊക്കെ ക്യാഷ് കൊടുക്കാനുണ്ട്, നമ്മുടെ സപ്ലൈസ് ആണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. എമൗണ്ട് 6000 ക്രെഡിറ്റ്, സേവ് ചെയ്യുന്നു. അടുത്തത് സൺട്രി ഡെപ്റ്റേഴ്സ്. നമ്മുടെ ഫേമിന് ക്യാഷ് തരാനുള്ളവർ. ഇറ്റ് മീൻസ് നമ്മുടെ കസ്റ്റമേഴ്സ്. നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് സെല്ല് ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. അതിന് സെപ്പറേറ്റ് തന്നെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സിനും സൺട്രി ക്രെഡിറ്റേഴ്സിനും സെപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെയുണ്ട്. 9000 ഡെബിറ്റ്. അടുത്തത് വേജസ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസസ്. എന്തുകൊണ്ടാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് 1500. ഇപ്പം നോക്കുക, നമുക്ക് എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്? 2700 വ്യത്യാസമുണ്ട്. 2700 എന്ന് പറയുന്നത് ഏതാണ്? ക്യാഷ് ബാലൻസ് ആണ് അല്ലേ? നമുക്കിവിടെ നോക്കിയേ, രണ്ട് സൈഡും ടാലി ആവണം. 1,24,500 ഇവിടെ 1,21,800 ആണ്. രണ്ട് സൈഡും ഒരേപോലെ വരണം അല്ലേ? അപ്പോൾ ക്യാഷ് ഓൾറെഡി ഇതിലുള്ളതാണ്. ലെഡ്ജർ ആയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെഡ്ജർ ക്രിയേഷനിൽ നിന്ന് ഞാനൊന്ന് ക്വിറ്റ് ചെയ്യുവാണ്, എസ്കേപ്പായി. ഇപ്പോൾ എവിടെ വന്നു? ലെഡ്ജർ ക്രിയേറ്റ് ഡിസ്പ്ലേ ഓൾട്ടർ. കണ്ടോ? ഇതിൽ മൂന്നാമത്തെ ഓൾട്ടറിലേക്ക് ഞാൻ വന്നു, എൻ്റർ ചെയ്തു. നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന ലെഡ്ജേഴ്സ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കും. ഇതിൽ ഞാൻ ഏത് സെലക്ട് ചെയ്തു? ക്യാഷ് സെലക്ട് ചെയ്തു. ക്യാഷ് സെലക്ട് ചെയ്തപ്പം നിങ്ങൾക്കിവിടെ കാണാം ലെഡ്ജർ ക്യാഷ് അണ്ടർ ക്യാഷ് ഇൻ ഹാൻഡ്. ഇവിടെ ഞാൻ 2700 എന്ന് കൊടുത്തു. എൻ്റർ ഡെബിറ്റ്. നോക്കുക, മേളിൽ കറക്റ്റ് ടാലി ആയില്ലേ? 2700 കൊടുത്തു, സേവ് ചെയ്തു. അപ്പം ഞാൻ എന്താണ് ചെയ്തത്? ഇതുവരെ ചെയ്തതെല്ലാം ലെഡ്ജർ ക്രിയേഷനിലായിരുന്നു. ലെഡ്ജർ ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ക്യാഷിൻ്റെ ബാലൻസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ലെഡ്ജർ ക്രിയേഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. ഓൾട്ടറേഷനിൽ വന്നു, ഓൾട്ടർ എടുത്തു, സെലക്ട് ക്യാഷ് എൻ്റർ ചെയ്തു, നേരെ എമൗണ്ടിൻ്റെ അവിടെ 2700 കൊടുത്തു, ഡെബിറ്റ് അക്സെപ്റ്റ്. സോ നോക്കുക, ഇപ്പോൾ എന്താണ്? രണ്ട് സൈഡും ടാലിയായി. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്കും സെയിം മെത്തേഡാണ്. എങ്ങനെ? ലെഡ്ജർ ഓൾട്ടറേഷനിൽ വരുന്നു, സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു. സ്റ്റോക്ക് അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ് നമ്മൾ കൊടുത്തത്. ഓപ്പണിംഗ് ബാലൻസ്
എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രീൻ വ്യത്യാസം ഉണ്ടാവും. ഓപ്പണിംഗ് ബാലൻസ് 15,000, ക്ലോസിംഗ് ബാലൻസ് ബ്ലാങ്ക് ആണ്. എൻ്റർ ചെയ്ത് ക്ലോസിംഗ് ബാലൻസിൻ്റെ പോർഷനിൽ വരിക. ഇപ്പോൾ നോക്കൂ, ഓപ്പണിംഗ് ബാലൻസ് 1 April, ദെൻ ഓപ്പണിംഗ് ബാലൻസ്. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ എന്തായിരിക്കണം വരേണ്ടത്? 31 March. ഞാൻ 31 March എന്ന് കൊടുത്തേക്കുന്ന മെത്തേഡ് ഒന്നെങ്കിൽ 31-3 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 31.3 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 31-3 എന്ന് കൊടുക്കാം. ഏത് ഫോമാറ്റ് ആണെങ്കിലും ഇതിൽ അക്സെപ്റ്റ് ചെയ്തോളൂ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വന്നു? 31 March 2021 വന്നു. കണ്ടോ? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു ട്രയൽ ബാലൻസ് ആണ്. ഇപ്പം 31 March 2021 ഒന്നും ആയില്ല, എങ്കിലും 1 April 2020 തൊട്ട് ക്ലോസിംഗ് 31 March 2021 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസിൻ്റെ എമൗണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 21,000. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട. സ്റ്റോക്കിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂയും ഇൻപുട്ട് ചെയ്യുന്നത്. എൻ്റർ ചെയ്യുന്നു, ഡെബിറ്റ്, അക്സെപ്റ്റ്. അപ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിലാണ് ഈ വാല്യൂ ഒക്കെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് ഞാൻ എങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എൻ്റർ ചെയ്യുന്നതെന്നും അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് കേട്ടോ. അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നേരെ ഗേറ്റ് വ്യൂ ഓഫ് ടാലിയിൽ വരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മാനുവലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം എന്തായി? നമ്മൾ ഓട്ടോമാറ്റിക്കലി ലെഡ്ജർ കൊടുത്തു. ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പം തന്നെ ഗേറ്റ് വ്യൂ ഓഫ് ടാലിയിൽ അല്ലെങ്കിൽ ടാലിയിൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ആയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ലെഡ്ജർ ക്രിയേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ തോന്നുന്നു. ഒന്നുകൂടെ നിങ്ങൾ ബാക്കിലേക്ക് വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പണിംഗ് സ്റ്റോക്കും അതേപോലെ തന്നെ പർച്ചേസ് റിട്ടേണും ഡ്രോയിങ്സും സെയിൽസ് റിട്ടേണും ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ട ഭാഗങ്ങൾ. അത് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആദ്യം കാണാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് വൈസ് ആണ് കാണുന്നത്. ടാലിയിലെ അക്കൗണ്ട്സ് ഗ്രൂപ്പ് പ്രകാരമാണ് ഇവിടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ട്. Alt F1 ഗേറ്റ് വ്യൂ ഓഫ് ടാലിയിൽ Alt F1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഷട്ട് കമ്പനിയാണ്. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് മാറി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡീറ്റെയിൽ ആയിട്ട് കാണാമെന്നുള്ളതാണ്. ഇവിടെ സ്റ്റോക്ക് എന്നാണ് ഞാൻ ലെഡ്ജർ കൊടുത്തത് അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റോക്ക് എന്നാണ് അതിന് കൊടുത്തേക്കുന്നത്. ഇവിടെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഉണ്ട്, അത് സെയിം തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ 1 April ഡേറ്റ് കാണിച്ചേക്കുന്നത്. നമുക്കിവിടെ പീരീഡ് ചേഞ്ച് ചെയ്യണം. പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള കീ Alt F2 പ്രസ് ചെയ്തിട്ട് 31 March എന്നുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. കാരണം 31 Marchലാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ വരേണ്ടത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 21,000 ഇവിടെ വന്നു. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 15,000. പർച്ചേസ് 40,500 നിന്ന് 3,000 കുറഞ്ഞിട്ട് 37,500 ആയി. സെയിൽസ് എമൗണ്ട് 74,000 നിന്ന് 2,000 കുറഞ്ഞിട്ടുള്ള എമൗണ്ട് 72,000 വന്നു. ക്യാരേജ് ഓൺ പർച്ചേസ് 500, വേജസ് 15,500. അങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് 38,500. ആ 38,500 ബ്രോഡ് ഡൗൺ ചെയ്തു. എങ്ങോട്ടേക്ക്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തു. ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടുള്ള കമ്മീഷൻ 700, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇത് തമ്മിൽ ആഡ് ചെയ്തപ്പം 39,500. ഈ 39,500 നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതി. അതിൽ നിന്ന് സാലറി 3050, റെൻറ്റ് 1250, ടോട്ടൽ 4,300 കുറച്ച് കഴിഞ്ഞപ്പോൾ എത്രയാണ്? നമുക്ക് 35,200 ആണ് നെറ്റ് പ്രോഫിറ്റ്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യാം. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലും ഇതേപോലെ ഗ്രൂപ്പ് വൈസ് ആണ്. നമ്മൾ എന്താക്കണം? ഡീറ്റെയിൽഡ് ആക്കണം. ഡീറ്റെയിൽഡ് ആക്കിയാൽ മാത്രം പോലെ പീരീഡ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് Alt F2 റിപ്പോർട്ടിൽ Alt F2 പ്രസ് ചെയ്താൽ മതി. നമുക്ക് പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള പോർഷൻ, ആ ഒരു വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ 40,500 നിന്ന് 2,000 കുറഞ്ഞിരിക്കുന്നു. ക്യാപിറ്റൽ എത്രയാണ്? 38,500.
നെറ്റ് പ്രോഫിറ്റ് ആണ് ഈ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണുന്നത് 35,200. ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് മാനുവലി ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. കാരണം ടാലിയിൽ ബാലൻസ് ഷീറ്റും ഫോർമാറ്റൊക്കെ കമ്പനി ബാലൻസ് ഷീറ്റ് ഫോർമാറ്റിലാണ് ഇവിടെ അവൈലബിൾ ആകുന്നത്. ആദ്യം ഫിക്സഡ് അസറ്റ്, ദെൻ കറണ്ട് അസറ്റ്. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ അകത്ത് വന്നേക്കുന്ന ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മിഷനറി, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 21,000, സൺഡ്രി ഡെറ്റേഴ്സ് 9,000, ക്യാഷ് 2,700, ബാങ്ക് 4,000. അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കാണാം. ടോട്ടൽ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 79,700 ആണ്. ഇവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടേക്ക് പോകും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോകും. ഓൾട്ട് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആവും. എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബാലൻസ് ഷീറ്റിലേക്ക് വരും. ഇവിടെ നമുക്ക് ഷെഡ്യൂൾ 6 പ്രകാരമുള്ള ഫോർമാറ്റിലേക്കൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ 6 പ്രകാരമുള്ള ഒരു ബാലൻസ് ഷീറ്റ് ഫോർമാറ്റൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആവും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ പല ഫോർമാറ്റിൽ നമുക്ക് ബാലൻസ് ഷീറ്റിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെയുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഷെഡ്യൂൾ 6 പ്രകാരമുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതർ ഇൻകം, ടോട്ടൽ റവന്യൂ, ഈ ബേസിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ റിപ്പോർട്ടും പല രീതിയിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യിക്കാനും ഒക്കെയുള്ള ഒരു ഓപ്ഷൻ ടാലിയിൽ ഉണ്ട്. അപ്പോൾ ടാലി ERP 9 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലെഡ്ജർ ക്രിയേഷൻ ഇൻ ടാലി, ഹൗ ടു ക്രിയേറ്റ് ലെഡ്ജർ ഇൻ ടാലി. അതുകൂടാതെ തന്നെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ എൻറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു, ക്യാഷ് എങ്ങനെ എൻറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുമ്പം ഒരു കമ്പനി ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ആദ്യമേ എന്ത് ചെയ്യണം? ഓൾട്ട് F1 ഷട്ട് കമ്പനി, ഓൾട്ട് F1 പ്രസ് ചെയ്തിട്ട് ആ കമ്പനി ഓഫ് ചെയ്തിട്ട് ക്രിയേറ്റിലേക്ക് പോവുക. പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്ത് നോക്കാൻ. അപ്പോൾ എല്ലാവരും കമ്പനി ക്രിയേഷൻ തൊട്ടുള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കി ലെഡ്ജർ ക്രിയേഷൻ എങ്ങനെയാണെന്നുള്ളത് ചെയ്തു നോക്കണം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെയുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇതിൽ ഞാൻ ഒരുപാട് കമ്പനി ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് പെർഫെക്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. പെർഫെക്റ്റ് എന്നുള്ള കമ്പനിയിൽ ബാലൻസ് ഷീറ്റ് ഇൻ ഡീറ്റെയിൽഡ് ഫോമാറ്റ്, ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ 79,700, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് 35,200, ഗ്രോസ് പ്രോഫിറ്റ് 38,500. ഇത്രയും കിട്ടിയിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. എങ്ങനെ കമൻറ്റ് ചെയ്യണമെന്നൊക്കെയുള്ളത് അറിയാമല്ലോ. അപ്പം നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്കും കമൻറ്റും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങളിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പം തീർച്ചയായും നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ് ഷിയാബ്സ് അക്കാഡമിയുടെ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമീസ് ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്.